ഹെമറോയിഡ്സിനെ 4 ഗ്രേഡുകളായി പറയാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഡിഗ്രി ഹെമറോയിഡ്സ്. ഇന്റേണൽ ഹെമറോയിഡ്സിനെ തന്നെയാണ് ഫസ്റ്റ് ഡിഗ്രി ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. അതായത് മലദ്വാരത്തിന് പുറത്തേക്ക് ആ മാസ് തള്ളി വരുന്നില്ല. മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റ് ബ്ലീഡിംഗ് ആയിരിക്കും. എന്നാൽ സെക്കൻഡ് ഡിഗ്രി പൈൽ മാസ് എന്ന് പറഞ്ഞാൽ അത് മലദ്വാരത്തിന് പുറത്തേക്ക് തള്ളി വരികയും മോഷൻ പോയതിനു ശേഷം അത് തനിയെ തിരികെ കയറി പോവുകയും ചെയ്യുന്നു. എന്നാൽ തേർഡ് ഡിഗ്രി പൈൽ മാസ് എന്ന് പറഞ്ഞാൽ മോഷനിലൂടെ മാസ് തള്ളി വരികയും എന്നാൽ അത് മാനുവലി നമുക്ക് പുഷ് ചെയ്ത് വെക്കേണ്ടതായി വരുന്നു. ഫോർത്ത് ഡിഗ്രി പൈൽ മാസ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് പ്രൊലാപ്സ് ആണ്. അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മാസ് നമ്മൾ പുഷ് ചെയ്താലും അകത്തേക്ക് കയറുന്നില്ല. ഈ പറഞ്ഞ ഓരോ ഡിഗ്രി ഹെമറോയിഡ്സിനും പല ചികിത്സാ രീതികളാണ് ആയുർവേദത്തിൽ ഫോളോ ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടും ഇന്റേണൽ മെഡിക്കേഷൻ കൊണ്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഫസ്റ്റ് ഡിഗ്രി ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ബാക്കിയുള്ള ഹെമറോയിഡ്സ് ഒക്കെ ക്ഷാരകർമ്മം, അഗ്നികർമ്മം, ജളൂക അവചരണം പോലുള്ള പാരാ സർജിക്കൽ മെഷേഴ്സ് വഴിയും ശസ്ത്രകർമ്മം അതായത് സർജിക്കൽ മെഷേഴ്സ് വഴിയും നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്.